ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കേരളത്തിൽ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും നിയമവാഴ്ചയുടെ തകർച്ചയും എന്ന് വിലയിരുത്തൽ. പോലീസിന്റെ ഭാഗത്തു നിന്ന് വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായാണ് വിലയിരുത്തപ്പെടുന്നത്. CPM പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ ED ഡയറക്ടർ രാഹുൽ നവീനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആക്രമണത്തിൽ പരാതി നൽകി നിയമ നടപടികൾ കടുപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനം തല്ലി തകർക്കുകയും ചെയ്തതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വധശ്രമത്തിനും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്ഥലത്ത് സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സ്ഥലത്ത് മതിയായ പോലീസിനെ വിന്യസിക്കുന്നതിൽ തിരുവനന്തപുരം സിറ്റി പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായാണ് വിമർശനം. ആൾക്കൂട്ടത്തിനിടയിലേക്ക് EDയുടെ വാഹനം കടത്തിവിട്ടതും സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ബുധനാഴ്ച വൈകുന്നേരമാണ് തിരുവനന്തപുരത്തുള്ള പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന കഴിഞ്ഞിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകർ ആക്രമണം നടത്തിയത്. ഇഷ്ടികകളും കല്ലുകളും ഉപയോഗിച്ച് വാഹനങ്ങളുടെ ചില്ലുകൾ തകർത്തു. പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കുപ്പികളും ചെരുപ്പുകളും വലിച്ചെറിഞ്ഞു. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ED സംഘം 10 മിനിറ്റിലധികം പ്രകോപിതരായ ഈ ജനക്കൂട്ടത്തിനിടയിൽ കുടുങ്ങിക്കിടന്നു. പോലീസിന് പ്രവർത്തകരെ നിയന്ത്രിക്കാനോ വാഹനങ്ങൾക്ക് വഴിയൊരുക്കാനോ സാധിച്ചില്ല. കൂടാതെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ DYFI നേതാവ് ശ്രീജിത്ത് അടക്കം 7 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അക്രമം നടത്തിയവരിൽ 12 പേരെ തിരിച്ചറിഞ്ഞെന്നും ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷ് പറഞ്ഞു. പ്രതികളുടെ ഫോട്ടോയും പോലീസ് നേതാക്കൾക്ക് കൈമാറി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് അവിടെ എത്തുകയായിരുന്നു. തുടർന്ന് CPM പ്രവർത്തകരും പോലീസും സംഘർഷമുണ്ടായി. മുൻ മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ പോലീസുമായി ചർച്ച നടത്തി. പ്രതികളെ കിട്ടിയാൽ പിന്നെ പാർട്ടി ഓഫീസിൽ കയറേണ്ട കാര്യമില്ലെന്ന് H വെങ്കടേഷൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ ബേപ്പൂർ MLA ആയ മുഹമ്മദ് റിയാസിന്റെ വീടുകളിലടക്കം 12 ഇടത്ത് ED നടത്തിയ പരിശോധന അവസാനിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടായത്. പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ റെയ്ഡ് പൂർത്തിയാക്കിയതിന് പിന്നാലെ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്കു നേരെ CPM പ്രവർത്തകർ കല്ലുകളും കുപ്പികളും വലിച്ചെറിയുകയായിരുന്നു. മറ്റു വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കാരല്ലാത്തവർക്ക് നേരെ EDയുടെ പരിശോധന നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്. റെയ്ഡ് നടത്തി തളർത്തിക്കളയാമെന്ന് കരുതണ്ട. എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിക്കുന്നത്. അതിന് കുറവില്ലെന്ന തെളിവാണ് ഇന്ന് കണ്ടത്. ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ പിന്നീട് പറയാമെന്നായിരുന്നു റെയ്ഡിനു ശേഷം പിണറായി വിജയൻ പ്രതികരിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.